ഒരു പ്രാവശ്യം അവസരം ഒത്തുകിട്ടിയ ഒന്നുകിൽ രക്ഷിക്കും, അല്ലെങ്കിൽ തകർക്കും. അയ്യോ 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 എന്താ ഇത്? അയ്യോ എന്തിനാണെന്ന് അറിയില്ലല്ലോ. പോലീസ് കൊണ്ട് എന്താ പ്രശ്നം അറിയില്ല. എന്താ പോലും മനസ്സിലാവില്ലല്ലോ. അയ്യോ പോലീസുകാരെല്ലാം ഇറങ്ങി കേട്ടോ. എല്ലാരും കേട്ടോളൂ, ഇത് അവസാനത്തെ താക്കീതാണ്. അടുത്ത 5 നിമിഷത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്, കട എല്ലാം ഒഴിഞ്ഞു പോയിക്കോണം. മനസ്സിലായല്ലോ? ചലോ. चलो इंस्पेक्टर, सब तैयार हो जाओ, छूटे ये है। ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇത് കൊലപാതക കേസാ. ഞങ്ങൾക്ക് വിശ്വയെ കാണണം. കാണാനൊക്കില്ല. എന്ത് ചെയ്യാൻ പോവുക? ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ എന്ന് വിളിച്ചാൽ
സംഭവിച്ചതുപോലെ വിശ്വയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വാടാ, കോടതി വെച്ച് നോക്കാം. മർഡർ കേസാണ്. അതും ഭീമയുടെ ആളുകളെയാണ് വെട്ടിയത്. ഗുഡ് മോർണിംഗ് മാഡം. കുറ്റവാളി വിശ്വ രാമൻകുട്ടിയുടെ മോനാണ്. ചെറുപ്പം തൊട്ടേ വിദേശത്താ വളർന്നു വന്നത്. ഇപ്പൊ വിശ്വ എവിടെ ഉണ്ട്? സെന്റർ ഇല്ല. ഇല്ല, മഹീൻ സ്റ്റേഷനില്ല, പോലീസിന്റെ കസ്റ്റഡിയിലാ. അപ്പൊ എപ്പോഴെങ്കിലും പേര് കിട്ടത്തില്ല. എവിടെ കിട്ടാൻ? കൊച്ചുപയ്യൻ ഈ ലോകം എന്തെന്നറിയാതെ ഞങ്ങൾ ആരാണെന്നറിയാതെയാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ വിടാമെന്ന് കരുതിയതാ. കണ്ട് ഞാൻ നിന്നെ എവിടെ വെച്ച് കാണും, എവിടെ തേടുവെന്ന് ഞാൻ കണ്ട് ഞാൻ. എന്നിട്ട് ഭീമാന്ന് വിചാരിച്ച് വേറെ ആരെയും കൊല്ലാൻ പാടില്ലല്ലോ, അതാ. നീ എന്നെ കൊല്ലുമെന്നോ? എന്റെ അച്ഛനെ കൊന്നത് ആരാണെങ്കിലും ഞാൻ കൊന്നിരിക്കും. അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? ഭീമഭായ്, എന്തായി ചെയ്യുന്നത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, വലിയ പ്രശ്നം ഉണ്ടാവും. വേണ്ട, ഞാൻ ജീവനോടെ തന്നേക്കാം. പുറത്തു വെച്ച് നിങ്ങൾ കൈകാര്യം ചെയ്തു. പ്രോമിസ്. അതിനു മുൻപ് നാളെ പുലരുമ്പോ നിനക്ക് സൂര്യോദയം കാണാൻ പറ്റുമോ നോക്ക്. छोड़ दो उसको। छोड़ दो। खोल दो रस्सी। അക്യൂസിനെ അറസ്റ്റ് ചെയ്താൽ കോർട്ടിൽ ഹാജരാക്കിയാണ് വേണ്ടത്. ഇങ്ങനെ ഇടിക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യം ബട്ടൺ ഇടണം. മാഡം, ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ തലയിടരുത്. ഇതൊക്കെ രാഷ്ട്രീയമാ. ഞാൻ രാഷ്ട്രീയക്കാരിയൊന്നുമല്ല. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാറുമില്ല. മാഡം, I will surrender him in the court. വെള്ളം. വിശ്വ, സാർ, ഇത് ഞാനാണ്. ഓക്കെ. സർ, അക്യൂസിനെ എപ്പോൾ ലോക്കൽ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തോ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ വേഗം അവിടുന്ന് പോകാൻ നോക്ക്. ബട്ട് സർ, വിശ്വ ഇവിടെ. പറഞ്ഞതനുസരിക്കൂ, ഇത് ഓർഡറാണ്. ഇടോ, വീട്ടിൽ പോ. സാർ നൈറ്റ് ഡ്യൂട്ടിയാ? നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഞാൻ നോക്കിക്കോളാം. നീ പുറപ്പെട്. ഇടോ, ഇങ്ങി വന്നേ. സാർ, ഒരു ചിക്കൻ ബിരിയാണിയും കോഴി പൊരിച്ചതും മേടിച്ചോണ്ട് വാ. 2 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി. ഓക്കെ സാർ. ആ ഇൻസ്പെക്ടർ വല്ലാതെ വിളിക്കുന്നവരെ നമ്മൾ വഴി. ഗാഡി റുക്കോ. ഇടോ, എത്ര നേരം എന്ന് വെച്ചാ കാത്തു നിൽക്കുന്നേ? വേഗം 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 പോ. വിശ്വ, ഞങ്ങളാ. വേഗം വേഗം ഒച്ച ഉണ്ടാക്കാതെ കൊണ്ടുപോ. എടാ, ചുമ്മാ പോകാതെ. എടാ, 4 അടി അടിച്ചു പോ. അടിയടാ. ഇനി മതി മതി. പോകോ, പോകാൻ. പോ വേഗം പോ.
എവിടെ വിശ്വ? വിശ്വ നിങ്ങളുടെ ആൾക്കാരല്ലേ വന്ന് കൂട്ടിക്കൊണ്ട് പോയേ? നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നല്ലേ? അവനെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ആരുത്തരം പറയും? സാർ, വിശ്വ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. അല്ലെങ്കിൽ എൻകൗണ്ടറിനുള്ള ഓർഡർ ഞാൻ അവനെ പോലീസാണ് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്. ഇതുപോലുള്ള ഓഫീസേഴ്സ് കാരണം ജനങ്ങൾ പോലീസിന് സംരക്ഷണം കൊടുക്കേണ്ട അവസ്ഥയിലായി. Any witnesses? നോ യുവർ ഓണർ. Since no material evidence or witness statements have been recorded against the accused, this court is inclined to grant bail to the accused. ഒരുപാട് നന്ദിയുണ്ട്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. സാക്ഷി പറയാൻ ആരും വരാത്തത് ഭയന്നിട്ടല്ല, മര്യാദ കൊണ്ടാണ്. നേതാവാകാൻ നമ്മൾ തേടിപ്പോകരുത്, നമ്മളെയാണ് തേടി വരേണ്ടത്. ജനങ്ങൾ വിളിക്കുന്നു, അവരുടെ നേതാവിനെയാണ് വിളിക്കുന്നത്.